കണ്ടിട്ടുണ്ട്. മത്സ്യകൃഷി ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ഉപകാരപ്പെടുന്ന ചില നിർദ്ദേശങ്ങൾ, അതാണ് ഇന്ന് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കൃഷിയിലേക്ക്, മീൻ കൃഷിയിലേക്ക് തുടക്കത്തിൽ ആദ്യം ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നല്ല മത്സ്യങ്ങൾ, നമുക്ക് ആപ്റ്റായിട്ടുള്ള ചെയ്യാൻ പറ്റിയിട്ടുള്ള മത്സ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ അതിനുള്ള വിസ്തീർണ സൗകര്യമുള്ള കുളങ്ങൾ നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം, മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ. മത്സ്യകൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുളങ്ങൾ ഒരുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നത്, ഇതിൻ്റെയൊക്കെ സ്വാധീനം അനുസരിച്ചാണ് ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള തീറ്റ കൊടുക്കണം. എന്ത് തീറ്റ കൊടുക്കണമെന്ന് പലപ്പോഴും ചിലർക്കൊന്നും അറിയില്ല. നമുക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കാൻ പറ്റും. ഇലവർഗ്ഗങ്ങളായിട്ടുള്ള കഴിക്കുന്ന മീനുകളുണ്ട്. ഇപ്പോൾ കാർപ്പ് ഐറ്റം മീനുകളൊക്കെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ ഉള്ള പുല്ലുകളും ഇലകളും പിന്നെ വാഴയില എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഭക്ഷിക്കും. അപ്പം അത് നമുക്ക് ആ മീൻ കൃഷി ലാഭകരമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാള, നെട്ട് അതുപോലുള്ള മീനുകൾക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറവ് മാലിന്യങ്ങൾ, ഇപ്പോൾ കോഴിപ്പാട്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അത് വേവിച്ച് കൊടുക്കണം. അപ്പോഴാണ് അറ്റങ്ങൾക്ക് കഴിക്കാനും മറ്റുള്ളതിനൊക്കെ ഒരു എളുപ്പമായിരിക്കുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് മീൻ കൃഷി നമുക്ക് ലാഭകരമാക്കാൻ പറ്റും. പിന്നെ കൈത്തീറ്റകളുണ്ട്, അതായത് പെല്ലറ്റ് ഫീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. കിലോക്ക് ഏകദേശം 50 മുതൽ 120 രൂപ വരെയുള്ള ഇതുണ്ട്. അതായത് ഇതൊരു ബ്രൗൺ കളറായിട്ടുള്ള ഉരുണ്ട ആകൃതിയുള്ള സംഭവമാണ്. ഇത് പല വലിപ്പത്തിലുള്ള മീൻ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ച് അവർക്ക് തീറ്റ എടുക്കാൻ എളുപ്പത്തിലുള്ള ഭാഗമായിട്ടുള്ള വലിപ്പത്തിലാണ് ഇത് വിപണിയിലെത്തുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 രൂപ മുതൽ 120 രൂപ വരെ കിലോക്ക് വിലയുണ്ട്. അപ്പോൾ അതൊരു പ്രായം വരെ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് കൊടുക്കാം, പക്ഷേ ബിസിനസ്സിൽ നമ്മൾ മീൻ കൃഷിയിൽ എത്രത്തോളം ലാഭകരമാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി തീറ്റ മാത്രം എടുക്കുന്ന ചില ഐറ്റം മീനുകളുണ്ട്, അവർക്ക് അത് കൊടുത്തേ മതിയാവും. അരിത്തവിടും കടലപ്പിണ്ണാക്കുമാണ് കർഷകർ പ്രധാനമായിട്ടും മീനുകൾക്ക് കൊടുക്കാറ്. അത് അത്യാവശ്യം നല്ല ലാഭകരമായിട്ടുള്ള ഒരു തീറ്റയാണ്. കാരണം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇതാണ് കൊടുക്കാറാണ്. നല്ല പ്രോട്ടീനും കാര്യങ്ങളുള്ളതാണ്. ഇത് കൊടുക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തതിന് ശേഷം പിന്നെ അരിത്തവിടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കാറ്. പിന്നെ വലിയ കുളങ്ങളിലൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ കുളങ്ങളിലൊക്കെ ഈ തീറ്റ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം, അതായത് കൃത്യസമയം പാലിക്കാൻ ശ്രമിക്കുക. അതായത് ഇന്നൊരു സമയത്ത് കൊടുത്ത് നാളെ വേറെ സമയത്ത് കൊടുക്കരുത്. കൃത്യസമയം പാലിക്കുകയാണെങ്കിൽ വലിയ കുളങ്ങളൊക്കെ ആണെങ്കിൽ മീനുകൾക്ക് പെട്ടെന്ന് തീറ്റ എടുക്കാനും സമയത്തിനനുസരിച്ച് തീറ്റ എടുക്കാനും അത് വലിയ ഉപകാരപ്പെടും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് അറിയിക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വിഷയവുമായിട്ട് ഞാൻ വീണ്ടും കാണും.